പാവയ്ക്കാത്തീയിൽ വെക്കാം. അന്നേരം ഞാൻ കൊച്ചുള്ളി ഇത്ര എടുത്തേ, പാവയ്ക്കയുടെ ഒപ്പം എടുത്തു. ഇത് പാവയ്ക്ക ഇത്രയും, ഇത് ചതച്ചതാ. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, പുളി, ഉപ്പ്. പുളി ഞാൻ ഇച്ചിരി എടുത്തുള്ളൂ, കാരണം ഇവിടെ എല്ലാവർക്കും പുളി കുറവ് മതി. നമുക്ക് ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഈ ഒരു പാത്രം മതിയേ പാവയ്ക്കാത്തീയിൽ വാങ്ങുന്നവരെ. തേങ്ങ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അടുത്ത ഭാഗം കാണിക്കാം. തീയലിന്റെ മൂപ്പ്, ഇതുണ്ടോ തീയലിന്റെ മൂപ്പ്? ഈ മൂപ്പാണേ. അന്നേരം നിങ്ങൾ അടുത്തത് ശ്രദ്ധിച്ചോണം. ഇത് ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഞാൻ ഒരു വലിയ പ്ലേറ്റിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ചൂടുള്ള തേങ്ങ ഇത് കോരി ഇങ്ങോട്ടിട്ടത്. ഈ ചൂട് മതിയേ. മുളക് പൊടി, മല്ലിപ്പൊടി മൂക്കാനായിട്ട് ഈ ചൂട് മതി. അത് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തു. ഇത് മൂത്തു, എല്ലാം മൂത്തു. ഇങ്ങനെയാ പൊടി, ആ മൂപ്പ് മതി. ഇത് തേങ്ങാക്കൊത്ത് മൂത്തു. അതായത് നമ്മുടെ ഉണക്കമുളക്, കരിയാപ്പല, ഉള്ളി അരിഞ്ഞത്, പാവയ്ക്ക അരിഞ്ഞത്, നമ്മുടെ ഉപ്പ്, ഇനിയാണ് ഇത് പരിപാടി. ഇതെല്ലാം ഒന്ന് വന്ന താമസം എടുക്കും കേട്ടോ, നല്ല താമസം എടുക്കുവേ. ആ സമയം കൊണ്ട് നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചോണ്ട് വരാം. നമ്മുടെ പാവയ്ക്ക ഈ പരുവായേ, ഇത് ഈ പരുവായി. നമുക്ക് ആദ്യം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അരപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തീയല് ഞാൻ ചട്ടിക്കകത്തേക്ക് മാറ്റി. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇത് തീയല് നല്ല സൂപ്പറായി. അന്നേരം വീഡിയോ മൊത്തം കണ്ടല്ലോ. വീഡിയോയിൽ ഇടയ്ക്ക് മൈക്കിന്റെ സൗണ്ട് പോയായിരുന്നു കേട്ടോ. അത് ഒരു തെറ്റായി എടുക്കരുത്, പെട്ടെന്ന് വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ധൃതിക്ക് ആയിപ്പോയതാ. എന്നാലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ കേട്ടോ. ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കണം. നിങ്ങളുടെ രീതി എന്നോട് കമന്റിലൂടെ പറയണം.